സ്പീഡ് ഡേറ്റിംഗ്. സ്പീഡ് ഡേറ്റിംഗ് എന്നത് അവിവാഹിതരായ ആളുകൾക്ക് ഷെഡ്യൂൾ ചെയ്ത സ്പീഡ് ഡേറ്റിംഗ് ഇവന്റുകളിൽ ഒരേ സ്ഥലത്ത് നിരവധി സാധ്യതയുള്ള റൊമാന്റിക് പങ്കാളികളെ കണ്ടുമുട്ടാൻ അവസരം നൽകുന്ന ഒരു പ്രക്രിയയാണ്. അത്തരമൊരു ഇവന്റിന്റെ ഫോർമാറ്റിൽ ലഭ്യമായ ഓരോ പങ്കാളിയോട് 3 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വമായ മുഖാമുഖ സെഷനുകൾ ഉൾപ്പെടുന്നു. ഈ സമയത്ത് രണ്ട് പങ്കാളികൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് ചർച്ച ചെയ്യാം. ഡേറ്റിംഗ് സെഷനുകൾ അവസാനിച്ച ശേഷം പങ്കെടുക്കുന്നവർ കുറിപ്പുകൾ എടുക്കുകയും അവർ ജോഡിയാക്കിയ ഓരോ ആളുകളെയും സ്കോർ ചെയ്യുകയോ റാങ്ക് ചെയ്യുകയോ ചെയ്യുന്നു. രണ്ട് ആളുകൾ പരസ്പരം പങ്കിട്ട താൽപ്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് കോണ്ടാക്ട് വിവരങ്ങൾ കൈമാറാനും സ്വന്തം നിബന്ധനകളിൽ ബന്ധം തുടരാനും അവസരം ലഭിക്കും. ഒരു പോസിറ്റീവ് സ്പീഡ് ഡേറ്റിംഗ് അനുഭവം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് മുൻകൂട്ടി തയ്യാറെടുക്കാനും എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാനും നിങ്ങളുടെ ഡേറ്റുകൾക്ക് നന്നായി അവതരിപ്പിക്കാനും കഴിയും. പോസിറ്റീവ് മനോഭാവത്തോടെ സ്പീഡ് ഡേറ്റിംഗിനെ സമീപിക്കുക. രസകരവും സമ്മർദ്ദരഹിതവുമായ ഒരു പരിപാടിയായി ഇതിനെ കാണുക. നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് തുറന്ന മനസ്സോടെ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കണ്ടെത്താനോ കണ്ടെത്താതിരിക്കാനോ തയ്യാറായിരിക്കുക. സമ്മർദ്ദമില്ല. ഈ സ്പീഡ് ഡേറ്റിംഗ് റൗണ്ട് നിങ്ങൾക്ക് യോജിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വീണ്ടും ശ്രമിക്കാവുന്നതാണ്. ഒരു സ്പീഡ് ഡേറ്റിംഗ് ഇവന്റ് തിരഞ്ഞെടുക്കുക. സ്പീഡ് ഡേറ്റിംഗിനും നിങ്ങളുടെ സ്ഥലത്തിനുമായി ഗൂഗിൾ തിരയൽ നടത്തി നിങ്ങളുടെ ഓപ്ഷനുകൾ അന്വേഷിക്കുക. ഏതൊക്കെ ഇവന്റുകൾ ലഭ്യമാണെന്ന് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സംഘാടകനെ ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രായപരിധിക്കുള്ള ഒരു ഇവന്റ് തിരഞ്ഞെടുക്കുക. ചിലത് നിർദ്ദിഷ്ട ടീമുകൾക്കോ ആളുകളുടെ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയുള്ളതാണെന്ന് ഓർമ്മിക്കുക. അവിടെയുള്ള ആളുകളുമായി നിങ്ങൾക്ക് പൊതുവായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് കണ്ടെത്തുക. ഉദാഹരണത്തിന് യുവ പ്രൊഫഷണലുകൾക്കായി ചില പരിപാടികളും വിരമിച്ച പ്രായമായ സിംഗിൾസിനു വേണ്ടിയുള്ള മറ്റു ചില പരിപാടികളുമുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ പരിപാടി തിരഞ്ഞെടുക്കുക. നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായി വന്നേക്കാം. പരിപാടിക്കായി വെബ്സൈറ്റിലോ ഫോണിലൂടെയോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ മുൻകൂട്ടി പണമടയ്ക്കണം. നിങ്ങളെക്കുറിച്ച് എന്താണ് പങ്കിടേണ്ടതെന്ന് തയ്യാറാക്കുക. നിങ്ങളുടെ മത്സരങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് മിനിറ്റുകൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്നും അത് എങ്ങനെ പറയണമെന്നും പരിശീലിക്കുക. നിങ്ങളുടെ ഡേറ്റുകൾക്ക് നിങ്ങളെ അറിയാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഒരു ആമുഖവും അടിസ്ഥാന ജീവചരിത്ര വിവരങ്ങളും നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആമുഖത്തിനായി മറ്റ് സ്പീഡ് ഡേറ്റർമാർക്ക് മുന്നിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിഗണിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഹായ്, എന്റെ പേര് മേരി. ഞാൻ 31 വയസ്സുള്ള ഒരു സിംഗിൾ മറാണ്. ഞാൻ മൈക്രോബയോളജിയിൽ ജോലി ചെയ്യുന്നു. ഒഴിവുസമയങ്ങളിൽ എനിക്ക് ഹൈക്കിംഗ് ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവചരിത്ര വിവരങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് സംഗ്രഹിക്കുന്ന ഒരു ചെറിയ ജീവചരിത്രം സൃഷ്ടിക്കുക. നിങ്ങളുടെ ഹോബികൾ, താൽപ്പര്യങ്ങൾ: എനിക്ക് വിദേശ സിനിമകൾ ഇഷ്ടമാണ്. വ്യക്തിത്വ സവിശേഷതകൾ: ഞാൻ വളരെ സൗഹൃദപരനും സാമൂഹികമായി ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. മൂല്യങ്ങൾ: നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ഞാൻ സ്ഥിരതാമസമാക്കാനും ഒരു കുടുംബം ആരംഭിക്കാനും ആഗ്രഹിക്കുന്നു. എന്നിങ്ങനെ പങ്കിടേണ്ട പ്രധാന കാര്യങ്ങളുടെ ഒരു പട്ടിക നിങ്ങൾക്ക് ഉണ്ടാക്കാം. വ്യക്തമായി സംസാരിക്കാനും ഇടയ്ക്കിടെ പുഞ്ചിരിക്കാനും പരിശീലിക്കുക. നിങ്ങളുടെ രൂപം കാണാൻ ഒരു കണ്ണാടിയിൽ പരിശീലിക്കാം. കാര്യങ്ങൾ ലഘുവായും പോസിറ്റീവായും നിലനിർത്തുക. നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ മുൻ കാമുകനുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലെ ഉലച്ചിലുകളെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾ തയ്യാറാക്കുക. നിങ്ങളുടെ പങ്കാളിയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് മനസ്സിൽ സൂക്ഷിക്കുക. ഒരു സാധ്യതയുള്ള പങ്കാളിയെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ളത് എന്താണെന്ന് ചിന്തിക്കുക. തുടർന്ന് ആ വിവരങ്ങൾ ലഭിക്കുന്നതിന് അനുയോജ്യമായ ഒരു കൂട്ടം ചോദ്യങ്ങൾ രൂപപ്പെടുത്തുക. നിങ്ങൾക്ക് നർമ്മബോധം ഉണ്ടായിരിക്കാനോ ആഴത്തിലുള്ളതും അന്വേഷണാത്മകവുമായിരിക്കാനോ തിരഞ്ഞെടുക്കാം. എന്നാൽ പ്രധാന കാര്യം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക എന്നതാണ്. നിങ്ങൾ എന്താണ് ഉപജീവനത്തിനായി ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നത്? തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾ മുതൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളെ എവിടെയാണ് കാണുന്നത്? നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ളത് എന്താണ്? തുടങ്ങിയ കൂടുതൽ അന്വേഷണാത്മക ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് എല്ലാത്തരം ചോദ്യങ്ങളും ചോദിക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു തമാശയുണ്ടോ പോലുള്ള വിഡ്ഢി ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ വ്യക്തിയുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേയുള്ളൂ എന്ന് ഓർമ്മിക്കുക. അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അഭികാമ്യമെന്ന് തോന്നുന്ന സ്വഭാവഗുണങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. നിങ്ങളുടെ ആദ്യത്തെ സ്പീഡ് ഡേറ്റിംഗ് ഇവന്റിനായി നിങ്ങൾ പരിഭ്രാന്തരായേക്കാം എന്നത് ഓർമ്മിക്കുക. അതിനാൽ നിങ്ങൾ പ്രക്രിയയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് തിരയുന്നതെന്ന് ഒരു ധാരണ ലഭിക്കുന്നത് സഹായകരമാകും. ഇടപാടുകളെ തകർക്കുന്ന സ്വഭാവഗുണങ്ങളും നിങ്ങൾ പട്ടികപ്പെടുത്തണം. നിങ്ങളുടെ ചിന്തയെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളിൽ പോലും
ഒരു പ്രണയ താൽപ്പര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഗൗരവമായി പരിഗണിക്കാൻ കുറച്ച് സമയമെടുക്കുക. ഉദാഹരണത്തിന്, ജോലിയിൽ അഭിനിവേശമുള്ള, സാഹസികത ഇഷ്ടപ്പെടുന്ന, എന്നെങ്കിലും കുട്ടികളുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകാം. ഇടപാടുകൾ ലംഘിക്കുന്നവർക്ക്, ഒരുപക്ഷെ നിങ്ങൾ പുകവലിക്കാരനെ ഡേറ്റ് ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരാളെ മാത്രമേ ഡേറ്റ് ചെയ്യുകയുള്ളൂ. നന്നായി വസ്ത്രം ധരിക്കുക. വേദിക്ക് അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ സ്റ്റൈലും വ്യക്തിത്വവും വ്യക്തമാക്കുന്ന ഒരു വസ്ത്രം ധരിക്കുക. നിങ്ങളുടെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും ചുളിവുകളില്ലാത്തതുമായിരിക്കണം. നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആകർഷകത്വവും തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ധരിക്കുക. നിങ്ങൾക്ക് മികച്ചതായി തോന്നുമ്പോൾ അത് പ്രകടമാകും. ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. സുന്ദരിയായി കാണപ്പെടാൻ അല്പം വസ്ത്രം ധരിക്കുക. പുരുഷന്മാർക്ക് ഷർട്ടും ടൈയും ധരിക്കാം, സ്ത്രീകൾക്ക് നല്ല ബ്ലൗസും ധരിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു നല്ല ആദ്യ മതിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കും. നേരത്തെ അവിടെ എത്തുക. കുറഞ്ഞത് 30 മിനിറ്റ് മുമ്പെങ്കിലും വേദിയിൽ എത്തിച്ചേരുക. ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും ആളുകളെ കാണാനും സ്പീഡ് ഡേറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒത്തുചേരാനും സമയം നൽകും. സൈൻ ഇൻ ചെയ്യുക. നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. ഒരു മാച്ച് കാർഡ് നൽകും. നിങ്ങൾക്ക് ഒരു നെയിം ടാഗും ലഭിച്ചേക്കാം. രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ നിങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരു ഹോസ്റ്റ് ഉണ്ടായിരിക്കണം. ഓരോ സ്പീഡ് തീയതിക്കു ശേഷവും നിങ്ങൾ പൂരിപ്പിക്കുന്നത് മാച്ച് കാർഡാണ്. രാത്രിയുടെ അവസാനം നിങ്ങൾ അത് കൈമാറും. നിങ്ങൾ രണ്ടുപേരും അതെ എന്ന് ചെക്ക് ചെയ്താൽ അത് ഒരു പൊരുത്തമാണ്. നിങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നൽകും. മുറിയിലുള്ള പരമാവധി ആളുകൾക്ക് നിങ്ങളെത്തന്നെ പരിചയപ്പെടുത്തുക. പരിപാടിയുടെ ഗതി അനുസരിച്ച് എല്ലാവരെയും കാണാൻ കഴിഞ്ഞേക്കില്ല. മുൻകൂട്ടി ആരംഭിച്ച് സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങുന്നത് നല്ലതാണ്. അതുവഴി കഴിയുന്നത്ര സാധ്യതയുള്ള പൊരുത്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലഭ്യമായ എല്ലാ സമയവും പ്രയോജനപ്പെടുത്തുക, കാരണം വേഗത്തിലുള്ള ഡേറ്റിംഗ് വളരെ വേഗത്തിൽ നടക്കും. നിങ്ങളെത്തന്നെ ആരെയെങ്കിലും പരിചയപ്പെടുത്താൻ, ഹായ്, ഞാൻ ഫ്രെഡ് ആണ് എന്ന് പറയാം. എന്നിട്ട്, ഇത് നിങ്ങളുടെ ആദ്യ സ്പീഡ് ഡേറ്റിംഗ് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷണം ആരംഭിക്കാം. ഡേറ്റിംഗ്. പുഞ്ചിരിക്കുക, കണ്ണിൽ നോക്കുക. ഇത് ആത്മവിശ്വാസം കാണിക്കും. നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നില്ലെങ്കിലും ആത്മവിശ്വാസമുള്ളതായി തോന്നാൻ ശ്രമിക്കുന്നത് ആദ്യ മതിപ്പ് ഉണ്ടാക്കുന്നതിൽ പ്രധാനമാണ്. ഇനി ഒരു തീരുമാനത്തിലെത്തൂ. പേരുകൾ കൈമാറി, നിങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ എന്നതുപോലുള്ള ഒരു തുറന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. ഇത് സംഭാഷണം ആരംഭിക്കാൻ സഹായിക്കും. അതുവഴി നിങ്ങൾക്ക് പരസ്പരം വേഗത്തിൽ അറിയാൻ കഴിയും. ഇനി ഒരു തീരുമാനത്തിലെത്തൂ. പേരുകൾ കൈമാറി, നിങ്ങളെക്കുറിച്ച് എന്നോട് പറയൂ എന്നതുപോലുള്ള ഒരു തുറന്ന നിർദ്ദേശം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. ഇത് സംഭാഷണം ആരംഭിക്കാൻ സഹായിക്കും. അതുവഴി നിങ്ങൾക്ക് പരസ്പരം വേഗത്തിൽ അറിയാൻ കഴിയും. നിങ്ങളുടെ ഡേറ്റിനെ അറിയാൻ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഡേറ്റിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഓർമ്മിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് നിങ്ങളോട് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ചോദ്യം കൊണ്ടുവരിക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഡേറ്റിന് ഒരു മകനുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളുടെ മകന് എത്ര വയസ്സായി എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റിന് അവൾ ഒരു നടിയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ഒരു നടന്റെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസം എന്താണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അധികം ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു അഭിമുഖം പോലെ തോന്നാൻ തുടങ്ങിയാൽ നിങ്ങൾക്കിടയിൽ നല്ല കെമിസ്ട്രി ഉണ്ടാകില്ല. സ്വാഭാവികമായും ധൃതി പിടിച്ചെങ്കിലും സംഭാഷണം നടത്തുക എന്നതാണ് ലക്ഷ്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കരുത്. സമയം പരിമിതമായതിനാൽ നിങ്ങൾക്ക് ശരിക്കും എന്താണ് പ്രധാനമെന്ന് കണ്ടെത്തുക. സത്യസന്ധമായ ഉത്തരങ്ങൾ നൽകുക. ഒരു സ്പീഡ് ഡേറ്റിന്റെ ഉദ്ദേശ്യം ആദ്യ മതിപ്പിനെ അടിസ്ഥാനമാക്കി ഒരു അഭിപ്രായം രൂപപ്പെടുത്തുക എന്നതാണ്. നിങ്ങളിൽ യഥാർത്ഥ താൽപ്പര്യമുള്ള ആളുകളെ ആകർഷിക്കാനുള്ള ഏക മാർഗം നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം നിങ്ങളുടെ ഡേറ്റുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. അല്ലാത്തപക്ഷം നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മത്സരങ്ങളുടെയും സമയം പാഴാക്കുകയാണ്. അതിനാൽ, ഉയരങ്ങളെ ഭയപ്പെടുമ്പോൾ എനിക്കും മലകയറ്റം ഇഷ്ടമാണ് എന്ന് പറയുന്നതുപോലെ, അത് ശരിയല്ലെങ്കിൽ മറ്റൊരാളെ ആകർഷിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ പറയുന്നത് ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. അത്യാവശ്യം വരുമ്പോൾ വിയോജിക്കരുത്. ഈ വ്യക്തിയുമായി അത് വിജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അനുയോജ്യരായേക്കാവുന്ന 2 പേരെ കണ്ടെത്തുക എന്നതാണ് വേഗത്തിലുള്ള ഡേറ്റിംഗിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന്, മറ്റേയാൾ, എനിക്ക് നാക്കളെ ഇഷ്ടമാണ്, വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത് എനിക്ക് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വളർത്തുമൃഗമല്ലെന്ന് സമ്മതിക്കുന്നത് തികച്ചും സ്വീകാര്യമാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണിത്. ഇത് മറ്റേ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കും. ഇത് വളരെ ലളിതമായ ഒന്നാകാം. ഉദാഹരണത്തിന്, അത് അടിപൊളിയാണ്, അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ. സഹതാപം പ്രകടിപ്പിക്കുന്നത് ബന്ധം സ്ഥാപിക്കാനുള്ള മറ്റൊരു നല്ല മാർഗമാണ്.
ഉദാഹരണത്തിന്, ആ വ്യക്തിക്ക് അടുത്തിടെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ അത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം. മറ്റേയാൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായി നിങ്ങൾക്ക് അവരെ ഇടപെട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകാനും കഴിയും. ഉദാഹരണത്തിന്, എനിക്കറിയാം ആ റെസ്റ്റോറന്റാണ് നഗരത്തിലെ ഏറ്റവും മികച്ചത്. സംഭാഷണത്തെക്കുറിച്ച് നിങ്ങൾ ആവേശഭരിതനാണെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ സംഭാഷണത്തിന്റെ ദിശ മാറ്റാൻ തടസ്സപ്പെടുത്തരുത്. പരിപാടിയുടെ സമയപരിമിതികളെ മാനിക്കുക. ഒരു ഡേറ്റിംഗ് കഴിഞ്ഞെന്നും അടുത്ത മത്സരത്തിലേക്ക് പോകേണ്ട സമയമായെന്നും സൂചന ലഭിക്കുമ്പോൾ അടുത്ത മത്സരം നടത്താൻ അനുവദിക്കുന്നതിന് ഉടൻ തന്നെ സ്ഥലം മാറ്റുക. ആ ഡേറ്റിംഗ് ഒരു സാധ്യതയുള്ള മത്സരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മാച്ച് കാർഡിൽ അടയാളപ്പെടുത്തുന്നത് ഉറപ്പാക്കുക. ഓർമ്മിക്കുക, നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് സംഭാഷണം തുടരാനും ഒരു യഥാർത്ഥ ഡേറ്റിനായി പുറത്തുപോകാനും കഴിയും. സ്പീഡ് ഡേറ്റിംഗ് സെഷനുകൾ ഉചിതമായി അവസാനിപ്പിക്കുക. നിങ്ങളെ കണ്ടുമുട്ടിയത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ സ്പീഡ് ഡേറ്ററെ അംഗീകരിക്കുന്നത് ഉറപ്പാക്കുക. നിങ്ങൾക്ക് മറ്റേ പങ്കാളിയിൽ യഥാർത്ഥ താൽപ്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി വീണ്ടും സംസാരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. സാധ്യമായ പൊരുത്തങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയോ ആ വ്യക്തിയോട് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യരുത്. മത്സരം സമ്മർദ്ദം കുറഞ്ഞതാണ്, കാരണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടുവെന്ന് മാച്ച് കാർഡിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ഒരു മാച്ച് ആണോ എന്ന് അവസാനം തീരുമാനിക്കുന്നത്. സ്പീഡ് ഡേറ്റിംഗിൽ എനിക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും? പോസിറ്റീവ് മനോഭാവത്തോടെ ഒരു സ്പീഡ് ഡേറ്റിംഗ് പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് പരിഭ്രാന്തി തോന്നുകയാണെങ്കിൽ മുൻകൂട്ടി ചില ചോദ്യങ്ങളും സംഭാഷണ പോയിന്റുകളും തയ്യാറാക്കാം, പക്ഷേ ഒഴുക്കിനൊപ്പം പോയി സ്വയം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ പങ്കാളികളെ ശ്രദ്ധിക്കുകയും നിങ്ങളായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മികച്ച സമയം ലഭിക്കും.